ശരി, ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, ഇതിപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ ചരിത്രപരമായ ഒരു കൂടിക്കാഴ്ചയുടെ വാർഷിക ദിനത്തിൽ ആണ് ജി സുധാകരനെ പങ്കെടുപ്പിച്ചത്. സി ദിവാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ആ പരിപാടിയുടെ ഭാഗമാവുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ സുധാകരനെ വെട്ടിലാക്കുന്ന ഒന്നായി മാറിയോ ഈ KPCCയുടെ പരിപാടി? അങ്ങനെ ഈ ചിലപ്പോഴെങ്കിലും പറയുമല്ലോ, ഇത്തരം ക്ഷണമൊക്കെ ചില രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയൊക്കെ ഉള്ള നീക്കങ്ങളാണ് എന്ന്. അങ്ങനെയൊരു ദുഷ്ടലാക്ക് ഉണ്ടായിരുന്നോ കോൺഗ്രസിന്? അല്ല ശ്രീ അഭിലാഷ്, നോക്കൂ, ശശി തരൂരിന്റെ ഒരു ലേഖനം വരുന്നതിന്റെ പിറ്റേ ദിവസം ഒരു പരിപാടി നടത്തി കളഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അതിന് ഇവിടെ ഒന്നും കിട്ടാഞ്ഞിട്ട് ആഫ്രിക്കയിൽ പോയി ഹനനം നടത്തി ഒരു പേര് കൊണ്ടുവന്നിട്ട് ആദ്യം ശശി തരൂരിനെ പോയി ക്ഷണിക്കുകയും നാണം കെട്ട് ഒടുക്കം അത് നടത്താതിരിക്കാൻ പറ്റാതെ വന്ന് ഡിവൈഎഫ്ഐ നടത്തിയ പരിപാടി പോലെ അല്ല KPCCയുടെ പരിപാടി. നോക്കൂ, കഴിഞ്ഞ വർഷം ഞങ്ങൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കം, തെലങ്കാന മുഖ്യമന്ത്രി അടക്കം വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവർ വൈക്കത്തേക്ക് ഒഴുകിയെത്തി. അത് KPCCയുടെ പരിപാടി ആയിരുന്നുവെങ്കിലും KPCCയുടെ സാംസ്കാരിക സംഘടനകളാണ് സംഘടിപ്പിച്ചതെങ്കിലും അതിൽ പങ്കെടുത്തവർ വിവിധ രാഷ്ട്രീയ രംഗത്തുള്ളവരുണ്ടായിരുന്നു. സാംസ്കാരിക മേഖലകളിൽ നിശിതമായി ഞങ്ങളെ വിമർശിക്കുന്നവരുണ്ടായിരുന്നു. നോക്കൂ, ഈ വർഷം, കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം ഡിസംബർ വരെ ഗാന്ധിയുടെ കേരള സന്ദർശനത്തിന്റെ 100ാം വാർഷികം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഘോഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിവിധ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. KPCCയുടെ 2024-25 വർഷത്തെ പ്രകടന പത്രികയിൽ, പ്രകടന പരിപാടികളിൽ വളരെ കൃത്യമായി KPCC യോഗം അംഗീകരിച്ച പരിപാടികൾ ഒരുപാടുണ്ട്. അതിലൊന്നാണ് ഇന്നലത്തെ പരിപാടി. ആ പരിപാടിയിലേക്ക് സ്വാഭാവികമായും ജി സുധാകരനെ ക്ഷണിച്ചു. ജി സുധാകരൻ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, CPI നേതാവില്ലായിരുന്നു. ജി സുധാകരന്റെ 19.28 സെക്കൻഡ് 19 മിനിറ്റും 28 സെക്കൻഡും നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ എവിടെയെങ്കിലും CPIനെതിരെ ഒരു വാക്ക് ജി സുധാകരൻ പറഞ്ഞോ? പറഞ്ഞില്ല. എന്നാൽ CPI നേതാവായിരുന്ന സി ദിവാകരൻ നിശ്ചിതമായി അദ്ദേഹത്തിന്റെ ഏതാണ്ട് 15 മിനിറ്റത്തെ പ്രസംഗത്തിൽ ഏതാണ്ട് 10-12 മിനിറ്റോളം സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങളിൽ വളരെ സരസമായി, വളരെ രസികരമായി സർക്കാരിനെ പിൻ പോയിന്റ് ചെയ്ത് അദ്ദേഹം സംസാരിച്ചു. CPI നേതൃത്വത്തിൽ ആരും അദ്ദേഹത്തെ വിമർശിച്ചില്ലല്ലോ. CPIയുടെ ഒരു സൈബർ സഖാക്കളും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലല്ലോ. എന്നാൽ ജി സുധാകരൻ, അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 19 മിനിറ്റും 28 സെക്കൻഡ് സംസാരിച്ചതിൽ CPIനെതിരായി ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ 19 മിനിറ്റിലും 28 സെക്കൻഡിലും 15.25 മിനിറ്റോളം RSSനെതിരായാണ് സംസാരിച്ചത്. ആ 15.25 മിനിറ്റോളം, 15 മിനിറ്റും 1/4 സെക്കൻഡുകളോളം അദ്ദേഹം സംസാരിച്ചത് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായാണ്. ഗാന്ധിയുടെ ഇന്നത്തെ പ്രസക്തിയെ പറ്റിയാണ്, ഗുരുദേവന്റെ ഇന്നത്തെ പ്രസക്തിയെ പറ്റിയാണ്. അപ്പോൾ ചില സഹാക്കൾക്ക് അങ്ങ് കൊണ്ടു. അതായത് RSSനെ പറഞ്ഞാൽ, സംഘപരിവാരത്തെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങ് ഇളകും എന്നുള്ള രീതിയിലാണ് ഈ കടന്നൽ കൂട്ടം ആക്രമിക്കുന്നത്. ഈ സൈബർ സഖാക്കൾക്ക് എന്ത് ഗാന്ധി, എന്ത് ഗുരുദേവൻ, എന്ത് അങ്ങനെ പറയാൻ സാധിക്കുമോ? ഈ സൈബർ സഖാക്കളുടെ പോസ്റ്റ്, ഞാനത് ആവർത്തിക്കുന്നത്, ഈ പോസ്റ്റ് ഏതാണ്ട് ഒരേ കണ്ടന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ആ പോസ്റ്റ് ആരംഭിക്കുന്നത്. KPCCയുടെ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ സാർ ഒന്ന് വീട്ടിലെ ചുവരിലേക്ക് തിരിഞ്ഞു നോക്കണമായിരുന്നു, അവിടെ മാലയിട്ട് തൂക്കിയ ഒരു ഫോട്ടോ കാണാം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അല്ലാതെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട വാചകങ്ങളല്ല കോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കോൺഗ്രസിന്റെ ഗുണ്ടകൾ വെട്ടിക്കൊലപ്പെടുത്തിയ ആ രക്തസാക്ഷിയാണ് ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹത്തെ വിജയിപ്പിച്ചത് CPIM ആണ്. ജി സുധാകരൻ, അദ്ദേഹത്തിന്റെ സഹോദരനായ സുധാകരനെ വിജയിപ്പിച്ചതും മന്ത്രിയാക്കിയതും ഒക്കെ പാർട്ടിയാണ് എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ RSSുമായി എങ്ങനെയാണ് ചേർത്ത് വെക്കാൻ സാധിക്കുക, ശ്രീ വസന്ത്? അല്ല ശ്രീ അഭിലാഷ്, ഇതൊരു ആസൂത്രിതവും സംഘടിതവുമായ ആക്രമണമല്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞു ആ ആക്രമണത്തിന് കമാൻഡ് കൊടുത്ത ക്യാപ്റ്റൻ ആരാണെങ്കിലും വളരെ ക്ലിയർ ആണല്ലോ. ആ ആക്രമണത്തിന് കമാൻഡ് കൊടുത്ത ക്യാപ്റ്റൻ, കഴുകൻ, സൂര്യൻ, അത് ആരാണെങ്കിലും അയാൾക്ക് RSSനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം ജി സുധാകരൻ അവിടെ വന്ന് ആകപ്പാടെ CPIനെ പറ്റി പറഞ്ഞത്, താങ്കൾ ഈ പറയുന്ന ക്യാപ്റ്റനും കഴുകനും സൂര്യനും ആകണമെന്നുണ്ടോ? കാരണം ആലപ്പുഴയുടെ ഒരു രാഷ്ട്രീയം കൂടി അതിൽ പ്രധാനപ്പെട്ടതല്ലേ? അല്ല, ക്യാപ്റ്റനും കഴുകനും ഈ പറയുന്ന സൂര്യനുമൊക്കെ ഇഷ്ടമുള്ള ചന്ദ്രനും കാക്കയും ഒക്കെ ആണെങ്കിലോ, ഈ പറയുന്ന അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ആലപ്പുഴയിലെ ജി സുധാകരനെതിരെ കുറെ കാലങ്ങളായി പട നയിക്കുന്ന
ജി സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റിനെതിരെ കുറെ കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് വ്യതിയാനം ഉണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ, ഇടതുപക്ഷ നയവ്യതിയാനം ഉണ്ടാകുമ്പോൾ അത് തുറന്നു കാണിക്കുന്നതിന്റെ പേരിൽ, ഒരു വിസിൽ ബ്ലോവറായി ആ പാർട്ടിക്കുള്ളിൽ നിലകൊള്ളുന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ കടന്നിട്ട് ആക്രമിക്കുന്ന ആരാണെന്ന് നമുക്കറിയാമല്ലോ. ഭരണഘടനയെ RSS പോലും പറയാൻ നാണിക്കുന്ന രീതിയിൽ കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞ ആരാണെന്ന് നമുക്കറിയില്ലേ? സജി ചെറിയാനല്ലേ? അതാണ് ഞാൻ കണക്ട് ചെയ്തത്. അതായത് RSSനെ ജി സുധാകരൻ പറഞ്ഞാൽ സജി ചെറിയാനും ടീമിനും ഇഷ്ടപ്പെടില്ല. അതേ RSS എങ്ങനെ പറയാൻ മടിച്ചു നിൽക്കുന്നോ, എങ്ങനെ പറയാൻ അറച്ചു നിൽക്കുന്നോ, അതിനേക്കാൾ വൃത്തിക്ക് ഇന്ത്യൻ ഭരണഘടനയെ, ഗാന്ധിയെ, ഗുരുദേവനെ, ഇവിടുത്തെ സെക്കുലർ പൊളിറ്റിക്സിനെ വളരെ മോശമായി വക്രീകരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ഈ ഓപ്പോസിറ്റ് വിങ്ങിന് സാധിക്കുന്നുണ്ട്. ഈ ഓപ്പോസിറ്റ് വിങ് എന്ന് പറയുമ്പോ സജി ചെറിയാൻ ആരുടെ ടീമിലാണ് അഭിലാഷ്? സജി ചെറിയാൻ പിണറായിസ്റ്റ് ആണ്, കമ്മ്യൂണിസ്റ്റ് അല്ല. സജി ചെറിയാൻ പിണറായിസ്റ്റും ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റുമാണ്. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ചോദിക്കട്ടെ, KPCCയുടെ പരിപാടിക്ക് ഇദ്ദേഹം വന്നപ്പോ പാർട്ടി ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നോ പോകരുതെന്ന്? എതിർകക്ഷിയുടെ പരിപാടിയിൽ പോകരുതെന്നും? ഞങ്ങളുടെ എത്രയോ നേതാക്കളെ വിവിധ കാലങ്ങളിൽ ഇവർ കത്തുകൊടുത്ത് ക്ഷണിക്കാറുണ്ട്. ലീഗിനെ വിളിക്കാറില്ലേ? ശശി തരൂരിനെ വിളിച്ചിട്ടില്ലേ? വിളിച്ചുകൊണ്ട് പോയി ശ്രീ തോമയെ അവിടെ കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയി 35 ലക്ഷം രൂപ പ്രതിമാസം കൊടുക്കുന്നില്ലേ? ഇല്ലേ? ഞങ്ങളുടെ നേതാവായിരുന്നില്ലേ? ഇവർ ഒരു സെമിനാറിൽ വിളിച്ചോണ്ട് പോയതല്ലേ? അപ്പൊ ഞങ്ങളാരും സെമിനാറിലേക്ക് വിളിച്ചു വരുത്തി പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരല്ല. ഇവർ മനസ്സിലാക്കേണ്ടത്, ജി സുധാകരൻ വളരെ കൃത്യമായി കഴിഞ്ഞ കുറെ കാലങ്ങളായി പാർട്ടിക്കുണ്ടാവുന്ന ഇടതുപക്ഷ വ്യതിയാനത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. KV തോമസിനെ പോലെ വളരെ ഒരു ബൂർഷ നയമുള്ള ലെഫ്റ്റ് തിങ്കിങ് ആണ് ഞാൻ പറയുന്നത്. ബൂർഷ എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ പെൻഷനുമേൽ ആ പെൻഷൻ മേടിക്കുക, എന്നിട്ട് അത് പോരാഞ്ഞിട്ട് സർക്കാരിന്റെ ലൈസൺ ഓഫീസർ എന്ന നിലയിൽ ലക്ഷങ്ങൾ കൈപ്പറ്റുന്ന KV തോമസിനെ വിമർശിക്കുന്നു. അതിനോടൊപ്പം തന്നെ ജില്ലയ്ക്കുള്ളിലും സംസ്ഥാനത്തും നടക്കുന്ന പാർട്ടിക്കുള്ളിലെ ഈ പറഞ്ഞ ഇടതുപക്ഷ വ്യതിയാനത്തെ വിമർശിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് സീനിയർ നേതാക്കളെ പിന്തള്ളി മിനിഞ്ഞാന്ന് മാത്രം വന്ന് 2 MLA-യും അതിലൊരിക്കലും മന്ത്രിയുമായ വീണ ജോർജിനെ വിമർശിക്കുന്നു. ഇങ്ങനെ ഇടതുപക്ഷ വ്യതിയാനത്തെ വിമർശിക്കുന്ന ഒരാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാക്കുപോലെ ആ പാർട്ടിക്കുള്ളിൽ ഒരു വിസിൽ ബ്ലോവറായി നിലകൊള്ളുന്ന ഒരാളെ കടന്നിട്ടാ എന്ത് ചിന്തയാണ് ഈ പാർട്ടിയുടെ നേതൃത്വം മുമ്പോട്ട് വെക്കുന്നത്? ഈ പാർട്ടി എന്ന് വെച്ചാൽ പിണറായിയുടെ കൂടെ ഗോഗുവ വിളിക്കുന്ന കുറച്ച് മന്ത്രിമാരും കുറച്ച് കിങ്കരന്മാരും മാത്രമായി മാറിയിരിക്കുന്നു. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകളില്ല, എല്ലാം പിണറായിസ്റ്റുകളാണ്. ആ പിണറായിസ്റ്റുകൾ മാത്രം അവിടെ നിലകൊണ്ടാൽ മതിയെന്നും 4 ചീത്ത വിളിച്ചാൽ ജി സുധാകരൻ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അങ്ങ് പൊക്കോട്ടെ എന്നുമാണ് ഇവർ ചിന്തിക്കുന്നത്. ഒരു കാര്യം ക്ലിയർ ആയി, അദ്ദേഹം ഇന്നലെ ഞാൻ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ നീണ്ട പ്രസംഗത്തിനിടയിൽ ഒരേ ഒരു തവണയാണ് CPM-നെ പറ്റി പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്റെ പാർട്ടി ലൈനിൽ നിന്ന് വ്യതിചലിക്കില്ല, എന്റെ പാർട്ടിക്കെതിരായി ഒന്നും ഞാൻ പറയില്ല എന്നാണ്. അങ്ങനെ ിന്റെ പേരിൽ RSSനെ വിമർശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചേക്കാം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ അനാഥത്വം അനുഭവിക്കേണ്ടി വരില്ല എന്ന് വളരെ കൃത്യമായി കോൺഗ്രസിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുക. ശ്രീ കെ